നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗ്രീഷ് സാറാണ്. ഫിസിക്സ്, കെമിസ്ട്രി, പ്രാക്ടിക്കൽസ് എല്ലാം നന്നായിട്ട് ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്യട്ടെ. എന്തായാലും 1-2 ദിവസം അവധിയുണ്ട്. എന്തായാലും 26-ാം തീയതി എങ്ങും പ്രാക്ടിക്കൽസ് ഇല്ല, റിപ്പബ്ലിക് ദിനമാണ്. നിങ്ങൾ പലപ്പോഴും നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ്, ഫുൾ വീഡിയോസ്, പ്രാക്ടിക്കൽ ചെയ്തേക്കുന്ന വീഡിയോസൊക്കെ മില്യൺ വ്യൂസൊക്കെ ഉള്ള വെർണിയർ ആയാലും സ്ക്രൂ ഗേജ് ആയാലും എല്ലാം ഉണ്ട്. എല്ലാ പ്രാക്ടിക്കലിൻ്റെ വീഡിയോസ് നമ്മൾ ഫിസിക്സിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലപോലെ കണ്ടുപിടിക്കുക. സിമ്പിളായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, പല കുട്ടികൾക്കും ഗ്രാഫ് വരയ്ക്കാൻ അറിയത്തില്ല, കാൽക്കുലേഷൻ അറിയത്തില്ല. ഇതെല്ലാം വീഡിയോസ് നിങ്ങളുടെ പ്ലേലിസ്റ്റിനകത്ത്, നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് ഗ്രീഷ് ഫിസിക്സിനകത്തുണ്ട്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഓംസ് ലോയുടെ വൈവ ക്വസ്റ്റ്യൻസ് ആണ്. ഓംസ് ലോ എന്തായാലും ഉറപ്പായിട്ടും പ്രാക്ടിക്കലിനുള്ള എക്സ്പീരിയൻ്റ് ആണ്. 99% സ്കൂളിൽ. ഇത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ്? ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലോട്ട്, അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലോട്ട്, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിൻ്റെ മുകളിലോട്ട്, റിയോസ്റ്റാറ്റിൻ്റെ താഴെ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട്. കീ കൊടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വോൾട്ട് മീറ്ററിന് എക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യണം. അത് മറക്കരുത്. വോൾട്ട് മീറ്റർ എക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യണം. ടാബിലക്കോളം നിങ്ങൾക്ക് അറിയാം. VI വോൾട്ടേജ്, കറണ്ട്, R = V/I. അത് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇപ്പം 1 ആണ് കിട്ടുന്നെങ്കിൽ 1.1 കിട്ടിയാലും കുഴപ്പമില്ല. മീനൊക്കെ എടുക്കുമ്പോൾ റെഡി ആയിക്കോളും. പിന്നെ എന്താണ് ഓംസ് ലോ? ഓംസ് ലോ എന്താണെന്ന് ചോദിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ചോദിക്കാം, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ചോദിക്കാം, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കാം. ഓംസ് ലോ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാം. VI ഗ്രാഫ്, വോൾട്ടേജ് അലോങ് ദി X ആക്സിസ് ആൻഡ് കറണ്ട് അലോങ് ദി Y ആക്സിസ്. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതിൻ്റെ സ്ലോപ്പിൽ നിന്ന് എടുക്കുമ്പോഴും നമുക്ക് R = V/I കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടണം, മറ്റേ ടാബിൾ കോളത്തിൽ കിട്ടിയ പോലെ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോകാം. എളുപ്പത്തിൽ നിങ്ങൾക്ക് പറ്റും. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, ടെൻഷൻ അടിക്കാതെ നല്ലപോലെ ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.